Good morning, ladies and gentlemen. Welcome to your favorite. നമസ്കാരം, ഞാൻ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയായ വിവോ, അത് ചൈനയിലും നമ്പർ 1 ആണ്. ചിലപ്പോൾ ഇനി ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റിലും നമ്പർ 1 ആവാം, ലോകം മൊത്തം നമ്പർ 1 ആവാം. ഒരുത്തൻ്റെ പതനം ഞാൻ കാണുന്നുണ്ട്. ഉടനെ തന്നെ അത് സംഭവിച്ചാൽ ഞാൻ ആ വഴി കൂടെ അങ്ങ് കയറും. ഇന്ത്യയിലേറെ കുറേയൊക്കെ ആൾക്കാർക്ക് വെറുതെ തുടങ്ങി. ഞാൻ കമ്പനീൻ്റെ പേരൊന്നും പറയുന്നില്ല, വരും അവന്മാർ നേരാവണ്ണം ഇനിയും മറ്റേ കൊസറാക്കൊള്ളി കാണിക്കാൻ നടക്കുകയാണെങ്കിൽ, അതായത് ആപ്പിൾ എന്ത് ചെയ്യുന്നു നമ്മളും അത് തന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള കൊണയാണെങ്കിൽ അണ്ണന്മാരുടനെ വീണ കാണാം. ഞാൻ അത് കാണാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അങ്ങനെ വീണിട്ട് വേണം എനിക്കൊന്ന് കയറാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനലിൽ തന്നെ X300 Pro, X300 FE, അതേപോലെ X300, X200T തുടങ്ങിയ ഫോണുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ X300 Proൻ്റെ ഒരു മെഗാ അൺബോക്സിങ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫി കിറ്റ്. അപ്പോൾ നൂറോളം ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ X300 അൾട്രയുടെ ആ ഒരു ഫോട്ടോഗ്രാഫി കിറ്റ് നമുക്ക് കാണാൻ പറ്റുമോ? ബൈ ദ വേ, ഈ സാധനത്തിൻ്റെ വില ഇന്ത്യയിൽ 2,10,000 രൂപയാണ്. അതായത് നിങ്ങൾക്ക് ഈ ഫോട്ടോഗ്രാഫി കിറ്റ് എന്ന് പറഞ്ഞ സാധനം മേടിക്കണമെങ്കിൽ അതാണ് പൈസ കൊടുക്കേണ്ടത്. നിങ്ങൾ ദുബായിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ UAE-യോ സൗദിയിലോ ആണെങ്കിൽ, നിങ്ങൾക്ക് ഈ കിറ്റിൻ്റെ വില ഏറെക്കുറെ 7,999 ദർഹമാണ്. അതായത് 7,999 ദർഹംസ്. ഈ ഫോൺ മാത്രമായി മേടിക്കാൻ, അതായത് ഈ X300 അൾട്ര മാത്രമായിട്ട് മേടിക്കാൻ നിങ്ങൾക്ക് 5,999 ദർഹംസാണ്. നമ്മളെ നാട്ടിൽ എനിക്ക് തോന്നുന്നു 1,60,000 രൂപ എന്തോ ആണ് ഈ ഒരു ഫോണിൻ്റെ വില വരുന്നത്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ വില കൂടി ചവട് കൂടി എന്നൊക്കെ പറഞ്ഞവരുടെ പറയാനുള്ളത്, പിന്നെ നിനക്കൊക്കെ എത്ര 10,000 രൂപയ്ക്ക് ഈ ഫോൺ തരണോ? X300 Proൻ്റെ വില എത്ര? 1,09,000 രൂപ. അതിപ്പോൾ ഉടനെ വില കൂടും. നിങ്ങൾക്ക് ഇപ്പോഴും ആ ഹാർഷ് റിയാലിറ്റി മനസ്സിലായിട്ടില്ല. SSDയും റാമും ഇല്ല, ഉണ്ടാക്കാൻ ആളില്ല. വളരെ കുറച്ച് പേരെ ഈ സാധനം ഉണ്ടാക്കുന്നുള്ളൂ. ഇത് മറ്റേ പലവഞ്ഞര കടയിൽ പഴം ഉണ്ടാക്കണ പോലെ അല്ല, മനസ്സിലായ? ഒരുപാട് പേര് ഫാം ചെയ്തിട്ട് മറ്റേ കൊല ഉണ്ടാക്കൂലേ, അതല്ല. ഈ റാമും SSDക്കൊക്കെ കുറേ പരിപാടി വേണം. അതൊക്കെ ചെയ്യുക അവിടെ കുറച്ച് പേർക്കേ ഉള്ളൂ. ആ ഇല്ലാത്ത പുല്ല്, ആ സാധനം അത് വന്നാൽ മാത്രമേ ഈ നമുക്ക് പൈസ അടയ്ക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ കുറേ എണ്ണം കഴിഞ്ഞ വർഷം തൊട്ട് അൾട്ര വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ അൾട്ര കൊണ്ട് വന്നപ്പോൾ അയ്യോ ഈ പൈസ കാര്യമായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഐ ആം ഹെൽപ്ലെസ്, യു നോ. ദ കറൻറ്റ് സിറ്റുവേഷൻ ഈസ് വെരി വേഴ്സ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോണിന് മാത്രമല്ല, ഇനി അങ്ങോട്ട് എല്ലാ സാധനങ്ങളുടെയും വില കൂടത്തേ ഉള്ളൂ. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓൾറൈറ്റ്. അപ്പം ഇതിൻ്റെ വില ദുബായിൽ ഇതാണ് ഇതിൻ്റെ വില വരുന്നത്. ഞാൻ ഒന്നും കൂടെ പറയാം. നമുക്ക് ഈ X300 അൾട്ര വിത്ത് ഗ്രിപ്പ് കിറ്റ്, അതായത് മറ്റേ ഇങ്ങനെ പിടിക്കുന്ന സാധനം മാത്രം ആണ് നിങ്ങൾ മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് 7,499 ദർഹംസ് ആവും. മറ്റേ ഫോട്ടോഗ്രാഫി കിറ്റിൻ്റെ അത് ഒരുപാട് സാധനമുണ്ട്, 2 പുട്ടുകുറ്റി, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ മേടിക്കാൻ 8,000 ദർഹംസ് അല്ലെങ്കിൽ 7,999 ദർഹംസ്. ആൻഡ് X300ൻ്റെ വില 5,999 ദർഹംസ്. എന്താണെങ്കിലും നിങ്ങൾ ചോദിച്ചു, നമ്മൾ കാണിച്ചു തരാൻ പോകുന്നു. ഇതാണ് X300 അൾട്രയുടെ ഫോട്ടോഗ്രാഫി മൊത്തം റിഫ്ലക്ഷൻ. റിഫ്ലക്ഷനോട് റിഫ്ലക്ഷൻ. എവിടെയാണ് ഇത് കീറാനുള്ള സ്ഥലം? പൊന്നോ, ഇതെല്ലാം കൂടെ ഒരു 10 കിലോ വരും തോന്നുന്നു. അവിടെ കിട. ഇതാണ് X300 അൾട്രയുടെ ഫോട്ടോഗ്രാഫി കിറ്റ്. അതായത് 8,000 ദർഹംസ് വില വരുന്ന, 2,10,000 രൂപ വില വരുന്ന അണ്ണൻ. ഓക്കെ, 7,999 ദർഹംസ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ഇപ്പോൾ 25 എന്തോ ആയെന്ന് തോന്നുന്നു. 2,00,000 രൂപ. 23,000 1,83,000 രൂപ. വില കുറവായിരുന്നു. ഇവിടെ വില കുറവാണ് എന്താണെങ്കിലും. അപ്പോൾ ഇതാണ് ഫോട്ടോഗ്രാഫി കിറ്റ്. നമുക്കിത് പതുക്കെ അൺബോക്സ് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ ഇവിടെ ഒരു ട്രേ കൊടുത്തിട്ടുണ്ട്. ഈ ട്രേ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൺമുന്നിലിരിക്കുന്നു. പെട്ടിയിലേക്ക് ഒരു ക്വാളിറ്റിയേ. ഹലോ ഫോട്ടോഗ്രാഫർ. രണ്ടാമത്തെ കാര്യം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഫോണ് വളരെ നീഷായിട്ടുള്ള ഫോണാണ്. ഇത് എല്ലാവരും മേടിക്കണമെന്നില്ല.
ഇതിൻ്റെ ആവശ്യക്കാരുണ്ട്, നല്ല ഫോട്ടോഗ്രാഫേഴ്സ്, നല്ല വീഡിയോഗ്രാഫേഴ്സ്. ഇത് നമ്മൾ കുറച്ചും കൂടെ വീഡിയോയിലോട്ട് ഫോക്കസ് ചെയ്ത് ഇറക്കിയ ഒരു ഫോണാണ്. നല്ല വീഡിയോഗ്രാഫേഴ്സ്, കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ്, നല്ല ഒരുപാട് ട്രാവൽ ചെയ്യുന്നവർ, സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫേഴ്സ് തുടങ്ങിയവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു ഫോൺ വിപണിയിലോട്ട് ഇറക്കുന്നത്. ഇത് വളരെ ലിമിറ്റഡ് നമ്പറും ആയിരിക്കും. ഇത് ഒരു ചുട്ട അപ്പം പോലെ വിൽക്കണമെന്ന് നമുക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. വളരെ കുറച്ച് പീസസ് ഇറക്കും. ആ നീഷായിട്ടുള്ളവർക്ക് വേണമെങ്കിൽ മേടിക്കാം, മേടിക്കാതിരിക്കാം. ദിസ് ഇസ് നോട്ട് ലൈക്ക് നമ്മളൊരു 20,000-നോ 30,000-നോ ഇറക്കുന്ന മാസ്സായിട്ട് ആൾക്കാരിലോട്ട് എത്തിക്കാൻ വേണ്ടി നടക്കുന്ന ഫോണല്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ തന്നെ ഏകദേശം ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റായിട്ടുള്ള ഫോണുകൾ നമ്മളുടെ വിവോയിൽ തന്നെ ഉണ്ട്. അത് നിങ്ങൾക്ക് മേടിക്കാം. യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ എൻ്റെ ഈ കണ്ണാടി ഒരു ഡിസ്ട്രാക്ഷൻ ആണെന്ന് എനിക്കറിയാം. എന്താണെങ്കിലും 2 വള്ളി തന്നുണ്ട്. ഇതിങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ ഫോൺ ഇങ്ങനെ വന്ന് നിൽക്കും. ഇതാണ് X300 അൾട്രയുടെ പെട്ടി. നമ്മളെ കയ്യിലിരിക്കുന്നത് 16 GB റാം. ഈ 16 GB റാം വെക്കണമെങ്കിൽ എത്ര രൂപയാവുമെന്നറിയോ ഇപ്പം? അതും മറ്റേ LPDDRൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് റാമാണ് ഇരിക്കുന്നത്, അല്ലാതെ 4X-ഉം 3X ഒന്നും അല്ല. അവന്മാർ ചോദിക്കണ കാശൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബൾക്കിന് എടുത്താലും ശരി, ബിൽക്കിന് എടുത്താലും ശരി. പിന്നെ 512 GB സ്റ്റോറേജുമാണ് പറഞ്ഞത്. ബ്ലാക്ക് കളറാണ് ഈ ഇരിക്കുന്നത്. തൽക്കാലം ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിങ്ങനെ അങ്ങ് പൊക്കാം എന്ന് തോന്നുന്നു. വേണ്ട, ഇവിടെ വേറെ ഇതിപ്പം ഞാനിപ്പോൾ വലിച്ച് പൂച്ച് കീറിയാൻ ഇതിങ്ങനെ ഇതിൻ്റെ അടിയിൽ വരുന്ന സാധനങ്ങളുടെ ഒരു പടം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയും സാധനങ്ങളാണ് ഈ തുറന്ന ട്രെയിൻ്റെ അകത്തുള്ളത്. അതായത് 2 പുട്ടുകുറ്റിയും ഗ്രിപ്പും കേസും റിങ്ങുകളും. അത് കാണാനായിട്ട് താണ്ട് ഇങ്ങനെ ഇരിക്കും. വള്ളിയും കിള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇതൊരു വല്ലാത്ത അൺബോക്സിങ് തന്നെ. ഇതൊരു മെഗാ അൺബോക്സിങ് എക്സ്പീരിയൻസ് ആയിട്ടാണ് ഇപ്പോൾ ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ തന്നെ ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഒന്നാമത്തെ സാധനം, ഈ കേസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇമേജ് ഗ്രിപ്പ്. ഇതൊക്കെ ബുക്കും പേപ്പറും വേണമെങ്കിൽ വായിക്കാം. ഇവിടെ ആരും വായിക്കാറില്ല, എന്നാലും നല്ല മണം. ഈ ലെൻസ് ക്യാപ്പ് കളഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി എക്സ്ട്രാ ഒരു ക്യാപ്പും മറ്റേ മൂട്ടിൽ വെക്കുന്ന സാധനവും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് ക്യാമറ റിങ്ങുകളാണ്. നിങ്ങൾക്ക് ND ഫിൽറ്റേഴ്സ് പോലത്തെ സാധനങ്ങൾ ഇടാനായിട്ട് ഇത് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള സാധനം. ഇത് മറ്റൊരു ക്യാമറ റിങ്ങുകൾ. 2 വളകൾ തരുന്നുണ്ട്. പിന്നെ 2 പുട്ടുകുറ്റി ഉള്ളതുകൊണ്ട് 2 ക്യാപ്പ് തരുന്നുണ്ട് കേട്ടോ അഡീഷണൽ. നമുക്കറിയാം നീയെ കൊണ്ട് കളയുമെന്ന്, അതുകൊണ്ടാണ് ഈ തരണത്. ഇതാണ് ഗ്രിപ്പ്, അതായത് ഇങ്ങനെ വരുന്ന സാധനം. ഇവിടെ നമുക്ക് ഷട്ടർ ബട്ടൺ, സൂം ഔട്ട് എല്ലാ പരിപാടിയും വരുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് ഓൾസോ അവൈലബിൾ ഇൻ ദ ഫോട്ടോഗ്രാഫി കിറ്റ്. ഇനിയുള്ളത് നമുക്ക് ഒരു ചെറിയ പുട്ടുകുറ്റിയും ഒരു ജമിട്ടൻ പുട്ടുകുറ്റിയും. ചെറുതും വലുതുമായ 2 ടെലി കൺവേർട്ടേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതെന്തിര്? ഇത് മറ്റേ ട്രൈപോഡിൽ വെക്കുന്ന ഐറ്റമാണിത്. ട്രൈപോഡിൽ ലെൻസ് വെക്കാനായിട്ടുള്ള ഒരു സാധനമാണിത്. ട്രൈപോഡ് അറ്റാച്ച്മെൻ്റ് ആണിത്. സോ ദിസ് ഇസ് ഓൾസോ കമ്മിങ് വിത്ത് ഫോട്ടോഗ്രാഫി കിറ്റ്. നല്ലൊരു ഹൈ ക്വാളിറ്റി ലിനിയാർഡും അവർ തരുന്നുണ്ട്. വാവ്. ഫോണിൻ്റെ ഒരു പച്ച കളറുണ്ട്, നല്ല കളറാണ്. പണ്ടാരോടങ്ങാൻ തേഞ്ഞ് വള്ളിയെ വറ്റ വാളെടുക്കട്ടെ. ഒട്ടകത്തെ തട്ടിച്ചോ. ഇഷ്ടം പോലെ സാധനങ്ങൾ ഗൈസ്. ഈ പറയണ പൈസയ്ക്ക് ഇത്രയും സാധനങ്ങൾ നിൻ്റെ ഒന്നും ഒരു കമ്പനിയും തരൂല. ഉള്ള കാര്യം ഞാൻ പറയാം മലയാളത്തിൽ. ഇപ്പോൾ ഒരു സാധനം ഇറക്കും, ഇപ്പം തുറക്കണേ അടക്കണേ ഫോൺ ഈ പറയണ 2 ലക്ഷത്തിന് 3 ലക്ഷത്തിനൊക്കെ. അപ്പോഴും വരണം കേട്ടാ ഈ കുണയം അടിച്ചുകൊണ്ട്. X300 അൺബോക്സിങ്. ഹൈ, ഇതെന്താ എൻവലപ്പോ? കൊള്ളാലോ. അകത്ത് നിങ്ങൾക്കറിയാവുന്ന പോലെ ഇതിൻ്റെ അകത്തും നമ്മളൊരു കേസ്, ഒരു കളർ മാച്ചിങ് കേസും സിം ഇജക്റ്റിംഗ് ടൂളും 90 വാട്ടിൻ്റെ ചാർജർ, PD ഫ്ലാഷ് ചാർജർ, 90 വാട്ടിൻ്റെ Type C to Type C വരുന്ന ഒരു PD ചാർജറും നിങ്ങൾക്ക് ബോക്സിൻ്റെ അകത്ത് തരുന്നുണ്ട്. കേക്കണം കേട്ടോ, അല്ല ചുമ്മാ ഇരുന്നിട്ട് ഇങ്ങനെ എന്ന് പറയരുത്. ഇതിൻ്റെ അകത്തിരിക്കുന്ന വയറും Type C to Type C ആണ്. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ബൈ ദ വേ, ഈ PD ചാർജറൊക്കെ വെച്ച് തന്നെ ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഈ ഒരു ഫോണിൻ്റെ അകത്ത്
വരുന്നുണ്ട്. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. പഴയ കാലത്തൊരു ഓൺവെലപ്പ് പോലെയൊക്കെ ഉണ്ട് തുറക്കണ സ്ഥലം. ഇത് കീറും, ഇത് ഉറപ്പായിട്ടും കീറും, ഇത് കീറും. കീറിയില്ല, ഭാഗ്യം. ദിസ് റൈറ്റ് ഹിയർ ഇസ് ദ അൾട്രാ പരിപാടി ഓഫ് വിവോ. വളരെ വലിയൊരു ക്യാമറ അറേ വരുന്നുണ്ട്. 2 200 മെഗാ പിക്സലും ഒരു 50 മെഗാ പിക്സൽ വിത്ത് OIS വരുന്ന ഒരു സെൻസറുമാണ് ഈ ഫോണ് നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത്. അൾട്രാ വൈഡിൽ OIS എന്ന് മനസ്സിൽ വെച്ചിരുന്ന കൊള്ളാം. എന്തോ അറിയുന്നത് പുല്ല് പേടിച്ചു പോയി. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതെവിടെ നിന്ന് തുടങ്ങുമെന്നൊരു പിടിക്കില്ല. എന്തിനാണെങ്കിലും ഇത് വെക്കാനുള്ള പരിപാടിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ കേസ് എടുക്കുക, ഇത് വെക്കുക, അടയ്ക്കുക, സെറ്റായി. എന്നിട്ട് ഇത് മാറ്റണം. ഓക്കെ, ഇത് മാറ്റാനായിട്ടാണ് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് നെക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ നൈസായിട്ട് ഇളക്കാൻ പറ്റും. ഇത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഈ മറ്റേ പുട്ടുകുറ്റി ഇടാൻ ഉദ്ദേശിക്കുന്ന ഐറ്റത്തിനെ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു കറുത്ത മാർക്കുണ്ട്. ആ മാർക്ക് വെച്ചിട്ട് അണ്ടേ, വളരെ സിമ്പിൾ. ഇനി നമുക്ക് ഇത് വെക്കണമെന്നുണ്ടെങ്കിൽ ഊരുക, ഇതെടുക്കുക, അതന്നെ കറക്റ്റ് ലൈൻ ചെയ്ത്. വെരി ഹെവി കേട്ടോ, നല്ല ഹെവി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത് തന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ട്രൈപോഡൊക്കെ വെച്ച് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നവരാണെങ്കിൽ ദിസ് വിൽ ബി ഹെൽപ്ഫുൾ. ഇത് നമുക്കിങ്ങനെ ലൂസാക്കി ഇതിലോട്ട് ക്യാമറ വയ്ക്കുക. ഈ ഒരു സാധനം വയ്ക്കുക, ഊരിയിട്ട് ഇവിടെ ഓട്ടം ഉണ്ടോ ഇവിടെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇത് വെച്ച് ടൈറ്റ് ചെയ്യണം. ഇങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ ഈ ഒരു ട്രൈപോഡിൽ, അതായത് ഈ ലെൻസ് ആയിരിക്കും നമ്മുടെ ട്രൈപോഡിൻ്റെ. എന്നിട്ട് ട്രൈപോഡിലോട്ട് ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട ഇതിങ്ങനെ ഇരിക്കും. ഇതിങ്ങനെ എയറിൽ നിൽക്കും, ഈ ലെൻസ് മാത്രമായിട്ട്. ഓക്കെ, ഇതേ സെറ്റപ്പ് തന്നെയാണ് അവർ ഈ ലെൻസ് വെക്കാനായിട്ട് ആണ് അവർ ഈ ചെറുത് കൊടുത്തേക്കണം. ഓക്കെ, നമുക്ക് ഗ്രിപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റ്ലി ഓക്കെ ആവും. ഇതെടുക്കുക, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ വേണം ഒരു അൾട്രാ ഫോണൊക്കെ ഇറക്കേണ്ടത്, മനസ്സിലായ? അല്ല കീഴിലെ ഹാൻഡ് ഗ്രിപ്പും വല്ല ജിമിട്ട സൂം ലെൻസും ഒക്കെ വെച്ചിട്ട് ഒരു പോളപ്പം സാധനം. എങ്ങനെയുണ്ട്? ഇത്രയും സാധനങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് കേട്ടാ. ഒന്നോളൂ. ഇപ്പം ഊര ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് നെക്കി അതിങ്ങനെ താഴോട്ടാക്കിയിട്ട് നൈസായിട്ട് ഊരുക. എന്നിട്ട് ഇത് ഊരാനായിട്ട് ആദ്യം ഇത് ഊരുക. യെസ്, ആൻഡ് ടൈറ്റസ്. ഇത് ഊരാനായിട്ടും സിമ്പിളാണ്. ഊരി കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മുടെ വിലങ്ങ് പോലെ ഉണ്ടല്ലേ, കയ്യിലൊക്കെ ഇട്ട് കിടക്കുന്ന വിലങ്ങ്. ആവശ്യമുള്ളപ്പോൾ ഇതൊക്കെ എടുക്കുക. ഞാൻ പറയും ഇത് പക്ക ഇതിനെപ്പറ്റി ഫോട്ടോഗ്രാഫിയെ അത്രയും ഭ്രാന്തമായി കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഗൈസ്. അല്ലാതെ ഇത് എല്ലാവരും മേടിച്ച് വൻ സെറ്റപ്പ് ആക്കണമെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. ഇതേപോലത്തെ പല റിങ് നമുക്ക് കാരണം അത് നമ്മളെ ഇഷ്ടത്തിന് അനുസരിച്ച് തരാം. ബ്ലാക്കും ഇതൊക്കെ നമുക്ക് ND ഫിൽറ്റേഴ്സൊക്കെ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അളവിനുള്ള ND ഫിൽറ്റർ എടുക്കുക, ഇടുക. എന്നിട്ട് ഇതിനൊരു വീഡിയോഗ്രാഫി പരിപാടിയായിട്ട് കാണുക. ഇനി വേറൊരു സാധനമുണ്ട്, അത് പക്ഷേ നിങ്ങൾക്കാർക്കും വാങ്ങിക്കാൻ കിട്ടൂല. ബട്ട് ഇൻ കേസ് നിങ്ങൾക്ക് അത് ചൈനയിലൊക്കെ പോകുമ്പോൾ കിട്ടും മേടിക്കാൻ. ആ സമയത്ത് നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്യാം. ഇത് ജസ്റ്റ് അൺബോക്സിങ് മാത്രമാണ്. ഇതിൻ്റെ മറ്റേ പ്രോപ്പർ പരിപാടിയൊക്കെ ലാഭം വന്ന് പറയും. ദി X300 അൾട്രാ ഫോട്ടോഗ്രാഫി കിറ്റ് ഫോർ എവരിബഡി. ഇത് നിങ്ങളും ഈ പറയുന്ന പൈസ കൊടുത്ത് 2,10,000 $7,999 ദിർഹംസും കൊടുക്കുമ്പോൾ നിങ്ങൾക്കും ഇതേ സാധനമാണ് കിട്ടുന്നത്. ഇതിലൊരു ഗ്രീനും ബ്ലാക്കും ആണ് ഉള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്കത് മേടിക്കാം. ആ ഗ്രീൻ കളർ കുറച്ചും കൂടെ നൈസാണ് കേട്ടോ. ഇനി ഒരു സാധനമുണ്ട്, ഇത് വാങ്ങിക്കുകയാണെങ്കിൽ ചൈനയിൽ പോകേണ്ടി വരും. സ്മോൾ റിഗ് എന്ന് പറയുന്ന ബ്രാൻഡും വിവോയും തമ്മിലുള്ള ഒരു കൊളാബറേഷനാണ്. ഇതേപോലത്തെ പല രീതിയിലുള്ള സ്മോൾ റിഗിൻ്റെ കേജസ് നിങ്ങൾക്ക് കിട്ടും. ദിസ് മേക്സ് ദിസ് എ പ്യുവർ വീഡിയോഗ്രാഫി സെൻട്രിക് ആയിട്ടുള്ള ഫോൺ. ഇത് ഇവിടെ കിട്ടൂല കേട്ടോ. ഇത് ദുബായിലൊന്നും മേടിക്കാൻ കിട്ടൂല, ചൈനയിൽ നിന്നൊക്കെ കിട്ടും. ചൈനയിലും വേറെ സ്ഥലങ്ങളിലൊക്കെ ഈ സാധനം അവൈലബിൾ ആണ്. ലൈക്ക് ഐ സെഡ്, ഇതൊരു ഭയങ്കരമായിട്ട് അവർ ഫോട്ടോഗ്രാഫിയെ ഫോക്കസ് ചെയ്ത്, വീഡിയോഗ്രാഫിയെ ഫോക്കസ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു ഫോൺ ഇറക്കിയിരിക്കുന്നത്. ദിസ് കൈൻഡ് ഓഫ് എ പൊളപ്പൻ ബാഗ്. ഇതിങ്ങനെ തുറക്കണം, ഇങ്ങനെ വിവോ സ്മോൾ റിഗ് എന്നൊക്കെ ഇരിക്കണുണ്ട്. ഇതിങ്ങനെ തുറക്കുമ്പോൾ സോ ദിസ് ഇസ് ദ ഐറ്റംസ്. ഓ വാവ് മാൻ, ദിസ് കംസ് വിത്ത് എ ബിൽറ്റ് ഇൻ കൂളർ ഓൾസോ. വാവ്,
എൻ്റെ മോനെ, ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ്. യാ മോനെ, ഈ നമ്മുടെ ഐഫോണിൻ്റെയൊക്കെ ഇതെടുക്കൂലേ, അതൊക്കെ ഇതിലാണ്. ഇതാണ് സംഭവം. അതാണ്ട് നൈസായിട്ട് ഫോൺ ഫിറ്റായിരിക്കുകയാണ്. നമ്മൾ ഫോൺ ഭയങ്കരമായിട്ടൊക്കെ ചൂടാവുന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കൂളറും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഗുഡ്. യുവർ അൾട്ടിമേറ്റ് വീഡിയോഗ്രഫി ഐറ്റോടെ. ഇത് മറ്റൊരു സാധനം, അല്ല ലൈറ്റോ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സാധനം. വി ഹാവ് എ ടൈപ്പ് സി ടു ടൈപ്പ് സി വയർ, സ്മോൾ റിഗിൻ്റെ ഐറ്റം. ഇതൊക്കെ ഒന്ന് എടുക്കട്ടെ. ഒന്നുമില്ല, നമുക്ക് ആ പടം കണ്ടാൽ മതി. ഓക്കെ, ഇവിടെ ഒരു അറയുണ്ട് കേട്ടോ. ഈ അറയിലാണ് ഹാൻഡിൽ വരുന്നത്. ഓ യാ മാൻ, ജസ്റ്റ് വാവ്. 2 ഹാൻഡിൽ. എന്തൊക്കെയാടാ ഇതൊക്കെ, പടം നോക്കട്ടെ. ഓക്കെ, ഇതെടുക്കുക. സൈഡിൽ തണ്ട് ഇവിടെ ഒരു പരിപാടിയുണ്ട്. ഇതങ്ങ് അതായത് ഈ സാധനത്തിൽ 2 ഇത് വരുന്നുണ്ട്. അത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട്, എൻ്റെ മോനെ, അല്ലേ ഇടാ, എന്താടാ ഇത്? ഓ, ഇതിൽ തന്നെ ഉണ്ട് സൂം ഇൻ സൂം ഔട്ട്, iOS ആൻഡ്രോയിഡിൻ്റെ. അവിടെയും സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് യു ക്യാൻ. ഓ, ദിസ് ഈസ് സോ കൂൾ ബ്രോ. എന്നിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു സാധനം വരുന്നുണ്ട്. ലൂസാക്കുക, വെക്കുക, ടൈറ്റാക്കുക. സെക്കൻഡറി സാധനം വെക്കാനായിട്ടേ ഇതെവിടെ വേണമെങ്കിലും വെക്കാം കേട്ടോ. ഈ സാധനം നമുക്ക് എവിടെ വേണമെങ്കിലും, ഈ ഇടവഴിയിൽ, ഈ ഒരു ഓപ്പണിങ്ങിൽ എവിടെ വേണമെങ്കിലും ഈ സാധനം നമുക്കിങ്ങനെ വെക്കാം ഗൈസ്. ഇത് നമുക്ക് അഡ്ജസ്റ്റും ചെയ്യാം. ഈ സാധനം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രസ് ചെയ്താൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട്, മോനെ, ഒരു പവർ ബാങ്ക് എടുത്തിട്ട് കുത്തിയിട്ട്, നൈസായിട്ടൊരു കൂളറും തന്നിട്ടുണ്ട്. ഇത് നോക്കണ്ട, വാങ്ങിക്കാൻ കിട്ടില്ല. ഐ മീൻ ദുബായ് കിട്ടില്ല, ചൈന, വേറെ രാജ്യങ്ങളൊക്കെ കിട്ടും. ഇപ്പം നമുക്ക് മറ്റേ ഈ സൂം ലെൻസും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യാനുള്ള സാധനമാണ് ഇത് നിങ്ങൾക്കത് വേണ്ട, വെറുതെ പ്ലെയിൻ ആയിട്ട് മതിയെങ്കിൽ അതൊന്നും ഇല്ലാത്ത സാധനം. അതായത് ഇത് ജസ്റ്റ് ഈ ഫോൺ വെച്ച് മാത്രമാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഇത് വെച്ചാൽ മതി. ഇവിടെ ഒരു ടൈപ്പ് സി കണക്ടറുണ്ട്. അപ്പോൾ ഇത് വെച്ച് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് വെച്ച് ഓപ്പറേറ്റ് ചെയ്യാം. ഇത് വെച്ച് സൂം ഇൻ സൂം ഔട്ട്, ഷട്ടർ ബട്ടൺ, അങ്ങനെയൊക്കെയുള്ള സാധനം. ഇവിടെയും കൂടെ ഒരു പവറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും ചെയ്യാം. ദ അൾട്ടിമേറ്റ് ഐറ്റം. ട്രൈപോഡിൻ്റെ വെക്കാനുള്ളത്. അതായത് ഇതെടുത്തിട്ട് താഴെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രൈപോഡിൻ്റെ മൗണ്ടിലോട്ട് ഇത് വെച്ചിട്ട് സ്റ്റഡി ഷോട്ട് കൊടുക്കാം. എന്തല്ലേ. സോ എന്താണെങ്കിലും അതൊക്കെയാണ് അൺബോക്സിങ്. ബാക്കി കാര്യങ്ങൾ ലവൻ പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയായ ദുബൈയിലെയും UAEയിലെയും നമ്പർ 1 കമ്പനി ആവാൻ പോകുന്ന, ഒരു പക്ഷേ ലോകത്തിലെ തന്നെ നമ്പർ 1 കമ്പനി ആവാൻ പോകുന്ന വിവോ സൈനിങ് ഓഫ്. നമ്മൾ ഫോണായിട്ട് പറയുന്നതല്ല, സാധനം ഒരു രക്ഷയില്ലാത്ത മുട്ടാൻ ലുക്ക്. സ്നാപ്ഡ്രാഗൻ്റെ അതൊക്കെ അവൻ പറയും. ശരി എന്നാൽ.